ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ബോട്ടിൽ പെയിന്റിങ്സ് ആണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിന്റെ മുകളിലാണ് ഇതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഞാനൊരു പെസ്റ്റൽ ഗ്രീൻ കളറാണ് ഇതിന് കൊടുത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ശരിക്കത്തെ കൊമ്പാണ് കേട്ടോ, മരത്തിന്റെ ചില്ലയാണ്. അതിന്റെ മുകളിലായിട്ട് ഞാൻ 5 മുട്ടയുടെ തോടുകൾ ഇതുപോലെ ഞാൻ മെല്ലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പെയിന്റ് അടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. റെഡും അതിന്റെ നടുക്കിലായിട്ട് ഞാനൊരു യെല്ലോ കളറുമാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് കാണിച്ചു തരാൻ പോകുന്ന ബോട്ടിൽ ഇതുപോലത്തെ ഒരു ഷെല്ലിന്റെ ബോട്ടിലാണ്. ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിന്റെ മുകളിൽ ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയിട്ട് അതിന്റെ മുകളിൽ ഞാൻ കുറേ കാലമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലത്തെ ഷെല്ലുകളാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 എണ്ണവും ഞാൻ ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തിരിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് പലതരത്തിലുള്ള ഷെല്ലുകളാണ്, എല്ലാം ഒരേപോലെ ഉള്ളതല്ല. മൂന്നാമതായിട്ട് കാണിച്ചു തരുന്ന ബോട്ടിൽ കുറച്ച് വലിപ്പമുള്ള ബോട്ടിലാണ്. ആ ബോട്ടിലിൻ്റെ മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഗ്രീൻ കളറാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റെമ്മായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് പേപ്പർ റോൾ ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് കളർ കൊടുത്തതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തേങ്ങയുടെ മുകളിലൊക്കെ ഉണ്ടാവുന്ന ഈ ഫ്ലവർ പോലത്തെ സാധനമാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് വൈറ്റ് പെയിന്റ് ബേസ് കോട്ട് അടിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കളറുകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് പെയിന്റ് അടിച്ചെടുത്തിട്ടുള്ളത്. നാലാമത് കാണിച്ചു തരാൻ പോകുന്ന ബോട്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചെന്ന ബോട്ടിലിൻ്റെ പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതും കവർ ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ കാലമായി ഞാനിത് ചെയ്തെടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറേ പേപ്പർ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ കവർ ചെയ്തതിന് ശേഷം ഞാൻ ബ്ലൂ കളർ പെയിന്റ് വെച്ചിട്ട് കവർ ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചിട്ടുള്ള ഷെല്ല് കടുക്കൻ്റെ ഷെല്ലാണ്. കടുക്കൻ്റെ ഷെല്ല് ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ ചിറക് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുത്തത്. ബ്ലാക്ക് പെയിൻറ്റിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ പല കളറുകളായിട്ട് കുത്തുകൾ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അഞ്ചാമതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ബോട്ടിൽ ഒരു ടൊമാറ്റോ സോസിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു കോഴീനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചിറകും കണ്ണും എല്ലാം കൂടി ഞാൻ MC വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. MC വെച്ചിട്ട് ആദ്യം ഇതൊക്കെ ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് പെയിന്റ് ബേസ് കോട്ട് അടിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതിന്റെ കളറാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. ആറാമതായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിലായിട്ട് ഇതാണ് ഒരു പീക്കോക്ക് നമ്മുടെ ബോട്ടിലിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബോട്ടിലിന് വൈറ്റ് പെയിന്റ് ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ബോഡി ഞാൻ ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ പീലിയായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് പിസ്ത ഷെൽസ് ആണ്. പിസ്ത ഷെൽസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഈ രീതിയിലാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. എന്നിട്ട് ഗ്രീൻ കളറും ബോഡിക്ക് ഞാൻ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഏഴാമതായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടിൽ ഇതാണ്. ഇത് ഞാൻ കുറേ കാലത്തിന് ശേഷം പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് പെയിന്റ് ബേസ് കോട്ട് അടിച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ചില്ലകളും അതുപോലെ തന്നെ കിളിയെയും പിന്നെ അതിൻ്റെ മുന്നിലായിട്ടുള്ള ചന്ദ്രനെയും ഒക്കെ വരച്ചെടുത്തിട്ടുള്ളത്. ചില്ലകളെയും കിളിയെയും ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് പെയിന്റ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ചന്ദ്രനെ ഞാൻ ഓറഞ്ചും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. എട്ടാമതായിട്ട് ഞാൻ ചെയ്ത ബോട്ടിൽ ഈ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഞാൻ പെയിന്റ് ചെയ്തതിനെക്കാട്ടും ഏറ്റവും ചെറിയ ബോട്ടിലാണ്. ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഞാനൊരു ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തുമ്പികളെ ഇതുപോലെ കുറച്ച് കുത്തും അതുപോലെ 4 ചിറകും വരച്ചിട്ടാണ് ഞാൻ തുമ്പികളെ ഇതിൻ്റെ മുകളിൽ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ കളക്ഷൻ. അപ്പോൾ ഈ 8 ബോട്ടിൽ കളക്ഷനിൽ നിങ്ങൾക്ക് ഏത് ബോട്ടിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.